ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. ക്രാഫ്റ്റ് മാത്രമല്ല, എൻ്റെ നെയിൽ ആർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു നെയിൽ ആർട്ടൊക്കെ ചെയ്യുന്നത്. ബിഫോർ സ്റ്റാർട്ടിങ് ദി വീഡിയോ, വിഷ് യു ഓൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇനി ടൈം ആളെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ പുറത്ത് കടയിലൊക്കെ കിട്ടുന്ന 40 രൂപയുടെ നെയിൽ എക്സ്റ്റൻഷൻ ആണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും പൊളിയാണ്. ഫ്ലോപ്പാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് വെക്കുന്നതിന് മുന്നേയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുക്കാതിരുന്നത്. പക്ഷെ വെച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യം കേട്ടോ അതുപോലെ നെയിലാട്ടൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചത്. എൻ്റെ കയ്യിൽ ഒരുപാട് നെയിൽ പോളിഷ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ മേടിച്ച് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഗ്രീൻ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് ഗ്രീൻ കളർ ആക്കിയത്. സാധാ നമ്മൾ പെയിൻറ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തത്. ലാസ്റ്റ് കുറച്ച് തിക്കായിട്ട് ഒരു ക്ലിയർ നെയിൽ പോളിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് ഒരു വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ത്രെഡ് സ്പൂൾസ് ഉണ്ട്, അതുകൊണ്ട് ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന രംഗീല കളേഴ്സ് ഇല്ലേ, അതാണ്. ഞാനിവിടെ 2 കോട്ട് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു വൂളൻ ത്രെഡ് വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ 2 ടെസൽസും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അശോക ചക്രം കൂടെ വരച്ചു കൊടുക്കാൻ മറന്നു. സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരച്ചു കൊടുത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ. ഇനി നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് ഒരു കോസ്റ്റർ മേക്ക് ഓവറാണ്. എൻ്റെ കയ്യിൽ ഒരു പഴയ കോസ്റ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിക്കർ ഞാനിതുപോലെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ക്രയോൺസ് ആണ്. ക്രയോൺസ് നമ്മൾ പെൻസിൽ ഷാർപ്പ് ചെയ്യുന്ന പോലെ ഷാർപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചു കൊടുക്കണം. കോസ്റ്ററിൻ്റെ മേലെ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ച ക്രയോൺസ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഫെവിക്കോൾ കൊണ്ട് ഇതുപോലെ അശോക ചക്രവും വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ക്രയോൺസിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.